ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുപോലെ ഇടിച്ചക്കയൊക്കെ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ തോല് കളയാൻ നോക്കാം. പലർക്കും ബുദ്ധിമുട്ടാണ്, കയ്യിലൊക്കെ ഒട്ടും. പക്ഷേ ഇതൊരു പുതിയൊരു മെത്തേഡാണ്. അപ്പോൾ ഇത് കണ്ടോളൂ, ഞാൻ ഈ രീതിയിലാണ് ചെയ്യുന്നത്. അത് നമുക്ക് അതിൻ്റെ നടുക്കൊന്ന് കളഞ്ഞെടുക്കുക. അപ്പോൾ കളഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ട രീതിയിൽ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ വെക്കുന്നില്ലെന്ന് പകുതിയെ വെക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ളവരത് ഫ്രിഡ്ജിൽ വെക്കാം. ശേഷം അതിനൊന്നത് ഫ്രഷാണ്, നമ്മളത് ഫ്രഷ് കിട്ടിയതാണ്. അപ്പോൾ വലിച്ചെടുത്താണ് ആക്ച്വലി, അതുകൊണ്ടാണ് ഇത് ഇത്രയും പശ വരുന്നത്. ഇത് പഴകം തോറും ഇതിൻ്റെ പശ ഉണ്ടാവില്ല ഇതിന് കേട്ടോ. കണ്ടോ? ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സാധാരണ രീതിയിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തത് ഓരോന്ന് തോല് കളയും. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്കൊരു 5-6 പീസാക്കി അത് ഇങ്ങനെ അങ്ങ് മുറിച്ചിട്ട് ഒരു 5-6 പീസ് അങ്ങോട്ട് ആക്കുക. എന്തായാലും പീസാക്കിയാലും നമുക്ക് തോല് കളയാൻ പറ്റില്ല, അല്ലാതാണ് കുറച്ചുകൂടി എളുപ്പം അല്ലേ എന്താണെങ്കിലും. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മുറിച്ച് 4-5-6 പീസ് അങ്ങോട്ട് ആക്കിയെടുക്കാം. നമ്മളിപ്പോൾ സാധാരണ ഇടിച്ചക്ക തോരനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടിച്ചക്ക വെച്ച് കറി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കുക്കറിൽ ഒരു വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ വെക്കാറുണ്ട്. എന്നിട്ട് തോല് കളഞ്ഞ ശേഷം നമ്മൾ കുറച്ച് വലിയ പീസാക്കി എടുത്ത് തോല് കളഞ്ഞിട്ട് കുക്കറിൽ വെച്ചിട്ട് 1-2 പീസാക്കി എടുത്ത ശേഷം നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടാണ് ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ നാടുകളിലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമ്മളത് കുക്കറിൽ വെക്കും അല്ലേ. അപ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ നിങ്ങൾ തോലോടുകൂടി, ഇപ്പോൾ നമ്മളിങ്ങനെ തോലോടുകൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ ചക്ക ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് വലിച്ചെടുത്താണെങ്കിലും കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ ആ ചക്കയുടെ ആ ഒരു ലെവൽ വരെ വെള്ളവും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഒരു 3 വിസിൽ വെക്കാം. ഓക്കെ. എന്നിട്ട് അതിൻ്റെ എയർ പോകുന്നവരെ അങ്ങോട്ട് വെയിറ്റ് ചെയ്യേണ്ട. ഒരു 3/4 ഭാഗമൊക്കെ ആകുമ്പോൾ നമുക്കങ്ങ് തുറന്നെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ കറിയിലൊട്ട് ഉപ്പ് വരില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിത് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഒരു 3 വിസിൽ കൊടുത്തിട്ട് മൊത്തത്തിൽ ഏറെ പോകാൻ നിൽക്കേണ്ട. ഒരു 3/4 ഭാഗമൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഏറെ കളഞ്ഞങ്ങ് തുറന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതി ചെയ്യുമ്പോൾ ചിലവർ പറയും അതിൻ്റെ വിറ്റാമിൻസും എല്ലാം പോവും, എല്ലാം നഷ്ടപ്പെടുന്നതിനും. സാധാരണ രീതിയിൽ ഞാൻ കണ്ടിരിക്കുന്നത് ചക്ക ആദ്യം ഒന്ന് കുക്കറിലൊന്ന് വേവിച്ച ശേഷം ഇടിച്ചക്ക തോരനാണെങ്കിൽ ശരി, കടച്ചക്കറിയാണെങ്കിൽ ഉണ്ടാക്കുന്നത്. കടച്ചക്കയാണെങ്കിലും അങ്ങനെ തന്നെ മിക്കവാറും ചെയ്യാറുണ്ട്. ഇത് കണ്ടോ, ഇപ്പം ഞാൻ കുക്കറിൽ വെച്ചെടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, എനിക്ക് പെട്ടെന്ന് തോരൻ ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ ആക്കണം, കാരണം നല്ലവണ്ണം പൊള്ളുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഫാനിൻ്റെ കീഴെ കുക്കർ വെച്ചിട്ട് നമ്മൾ തോല് കളഞ്ഞെടുക്കണമെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ തോല് ഇപ്പം ഞാൻ സ്മൂത്തായിട്ട് അങ്ങോട്ട് കളയാൻ നമുക്ക് നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ കത്തിയൊന്ന് വെക്കുമ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്കിത് കിട്ടുന്നതായിരിക്കും. കണ്ടോ? അപ്പോൾ ഇനി ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്